തിരുവനന്തപുരത്ത് മത്സരം ഇഞ്ചോടിഞ്ച് മുൻപോട്ട് പോകുമ്പോൾ അവിടെ തരൂർ ക്യാമ്പിന് തലവേദന സൃഷ്ടിക്കുന്നത് മറ്റാരുമല്ല തരൂരിനോടൊപ്പം വളരെ കാലം ഉണ്ടായിരുന്ന നേതാവ് തരൂരിൻ്റെ ശിഷ്യൻ മുൻ കോൺഗ്രസിൻ്റെ സംസ്ഥാന സെക്രട്ടറിയായ അഡ്വക്കേറ്റ് ഷൈൻലാൽ ആണ് മത്സരിക്കുന്നത്. ഷൈൻലാൽ സ്വതന്ത്രനായി മത്സരിക്കുകയാണ്. അതായത് കോൺഗ്രസിൻ്റെ സ്ഥാനം രാജിവെച്ച് സ്വതന്ത്രനായി മത്സരിക്കുന്നു. നെയ്യാറ്റിങ്കര, പാറശാല, കോവളം തുടങ്ങിയ ഇടങ്ങളിലൊക്കെയുള്ള വലിയ രീതിയിലുള്ളൊരു പിന്തുണ തനിക്ക് കിട്ടുന്നുണ്ട് എന്ന് അഡ്വക്കേറ്റ് ഷൈൻലാൽ പറയുകയുണ്ടായി. ഒരു വലിയ രീതിയിൽ തന്നെ, അതായത് തരൂരിൻ്റെ തട്ടകങ്ങളിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ വോട്ട് ഇപ്പോൾ ഷൈന് ലഭിക്കുക എന്നാണ് കരുതപ്പെടുന്നത്. ഒപ്പം തന്നെ ഷൈന് വലിയ സ്വീകാര്യത ഈ മേഖലയിലാണ്. തീരദേശ മേഖല അടക്കം ഈ ഷൈൻലാലിന് ഈ വലിയ പിന്തുണ ലഭിക്കുന്നുണ്ട്. കാരണം കോൺഗ്രസിൽ നിന്ന് അസംതൃപ്തരായ കോൺഗ്രസിൻ്റെ ഒരു വലിയ വിഭാഗം തന്നെയാണ് ഷൈനൊപ്പം പ്രചരണത്തിനുള്ളതും ഒപ്പം തന്നെ ഷൈന് വോട്ട് ചെയ്യാനായി മുൻപോട്ട് വരുന്നതുമെന്നാണ് ഷൈൻ ക്യാമ്പ് പറയുന്നത്. ഏതായാലും BJPക്കും LDFനും കോൺഗ്രസിനും വോട്ട് ചെയ്യാൻ മടിക്കുന്നവർ അവർ ഷൈനിന് വോട്ട് ചെയ്യുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു. പക്ഷേ ഇത് ഏറ്റവും കൂടുതൽ ക്ഷീണം തട്ടുക ശശി തരൂരിനായിരിക്കും. കാരണം തിരുവനന്തപുരത്തെ സംബന്ധിച്ച് ഇപ്പോൾ ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ്. രാജീവ് ചന്ദ്രശേഖരും ശശി തരൂരും നമ്മൾ ഇഞ്ചോടിഞ്ച് പോരാട്ടം നടക്കുന്ന ഇവിടത്തേക്കാണ് ഇപ്പോൾ സ്വതന്ത്രനായി അഡ്വക്കേറ്റ് ഷൈൻലാൽ എത്തിയിരിക്കുന്നത്. ഷൈൻലാൽ വളരെ കാലമായി കോൺഗ്രസിൽ പ്രവർത്തിച്ചിരുന്ന ആളാണ്. യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന സെക്രട്ടറിയാണ്. അതുകൊണ്ട് തന്നെ ഷൈൻലാലിന് കോൺഗ്രസിൻ്റെ പ്രധാന തട്ടകങ്ങൾ അറിയാം, മുക്കും മൂലയും അറിയാം, രാഷ്ട്രീയം നന്നായി അറിയാവുന്ന ഒരു നേതാവ് കൂടിയാണ്, യുവാവാണ്. അതുകൊണ്ട് തന്നെ അത് ക്ഷീണം തട്ടിക്കുന്നത് കോൺഗ്രസിനെയും തരൂർ ക്യാമ്പിനെയും. ഇത് തരൂർ ക്യാമ്പ് വളരെ ആശങ്കയോട് തന്നെയാണ് കാണുന്നത്. കാരണം തിരുവനന്തപുരത്ത് ഇത്തവണ മത്സരം വളരെ ഈസി വാക്ക് ഓവർ ആയിരിക്കില്ല. ശശി തരൂരിനെ സംബന്ധിച്ച് ഓരോ വോട്ടും നിർണായകമാണ്. അവിടെയാണ് തൻ്റെ കൂടെ സന്തത സഹചാരി ആയിരുന്ന ഒരു വ്യക്തി തന്നെ നോമിനേഷൻ കൊടുത്ത് വലിയ രീതിയിലുള്ള പ്രചരണവുമായി മുമ്പോട്ട് പോകുന്നത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.